നമസ്കാരം. 2026 ജൂൺ 2-ന് വ്യാഴം രാശി മാറുകയാണ്. 1201 ഇടവം 19-നാണ് ഈ രാശിമാറ്റം. വ്യാഴം അതിൻ്റെ ശത്രുവിൻ്റെ ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും സ്വന്തം ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്കാണ് മാറിവരുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക രാശിക്കാർക്കും ഏറെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് 2026 ജൂൺ 2-ന് ആരംഭിക്കുന്ന സമയം. ഒരു രാശിയിൽ ഏറെക്കുറെ ഒരു വർഷമാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരകാലം. 12 വർഷത്തിന് ശേഷമാണ് വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് എത്തുന്നതും അത്യധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതും. മറ്റെല്ലാ ഗ്രഹങ്ങളെപ്പോലെ തന്നെയും ശുഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഗുണഫലവും ദുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ദോഷഫലവുമാണ് ഗുരുവിൽ നിന്നും ഉണ്ടാവുന്നത്. പ്രധാനമായും 3, 6, 8, 12 രാശികളിൽ വരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മറ്റ് രാശിക്കാർക്ക് അത്യധികം ഗുണഫലങ്ങളുമാണ് ഈ സമയത്ത് ലഭിക്കുന്നത്. എന്നിരുന്നാലും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലേക്കാണ് സംക്രമണം ചെയ്യുന്നത് കൊണ്ടും 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ഉള്ളതുകൊണ്ടും ഈ പറയുന്ന ദുസ്ഥാനത്ത് ഉള്ളവർക്കും ദോഷഫലങ്ങൾ വളരെ കുറവ് മാത്രമേ ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇനി ഒരു വർഷം, അതായത് 2027 ജൂൺ 25 വരെ വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലാണ് ഉണ്ടാവുക. ഓരോ രാശിയിലെയും നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് ഈ വ്യാഴ സംക്രമണം വഴി ഫലം പ്രദാനം ചെയ്യുന്നത് എന്ന് നോക്കാം. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലെ നക്ഷത്രങ്ങൾ. ഇവരുടെ ജന്മാധിപനും 10ാം ഭാവാധിപനുമായ വ്യാഴമാണ് 4ാം ഭാവത്തിൽ നിന്നും 5ാം ഭാവത്തിലേക്ക് 2026 ജൂൺ 2 മുതൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർക്ക് 7ര ശനി പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ജന്മത്തിലാണ് ശനി എങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മത്തിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ശനി ദോഷമൊക്കെ ഈ സമയത്ത് ഇവർക്ക് കുറഞ്ഞു കിട്ടുന്നതാണ്. ജന്മത്തിലേക്ക് കൂടാതെ ഇവരുടെ 11ാം ഭാവത്തിലേക്കും 9ാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി വരുന്നുണ്ട്. കർമ്മമേഖല പുഷ്ടിപ്പെടുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്ത് വളരെ അധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കുകയും ജോലി ഉള്ളവർക്ക് ജോലിക്കയറ്റവും പ്രൊമോഷൻ ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. അനുകൂലമായ സ്ഥലത്തേക്ക് ഇവർക്ക് സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലമാറ്റം ലഭിച്ചു എന്ന് വരാം. വരുമാന വർധനവ് ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ബിസിനസ് നേട്ടം ഉണ്ടാവുകയും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവുകയും പുതിയ സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുകയും ചെയ്യുന്ന സമയമാണ്. ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ്. കാർഷിക ആദായം വർദ്ധിക്കുന്ന വർഷം കൂടിയാണ് ഇവർക്ക് വരുന്നത്. ധനപരമായി പല രീതിയിലുള്ള വരുമാനങ്ങൾ വന്നു ചേരുന്ന വർഷമാണ്. ധനാഗമനം കൂടുതൽ ലഭിക്കുന്ന സമയമാണ്. തൊഴിലിൽ നിന്നുള്ള വരുമാനം കൂടുകയും ബിസിനസ്സിൽ നിന്നുള്ള ലാഭം വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ്. അവിചാരിതമായി ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ക്രയവിക്രയങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകുക, വസ്തു, വീട് എന്നിവ വാങ്ങി വിൽക്കുന്നവർക്ക് അതിൽ നിന്ന് ലാഭമുണ്ടാക്കുവാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ്. പിതാവിൽ നിന്നും നേട്ടമുണ്ടാവുകയും സ്വത്ത് ലഭിക്കുവാനും പാരമ്പര്യമായിട്ടുള്ള സ്വത്തുകൾ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ള വർഷമാണ്. നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ പറ്റുന്ന വർഷം കൂടിയാണ്. വിവാഹം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അത് നടന്നു കിട്ടുകയോ വിവാഹത്തിൽ തീരുമാനം ഉണ്ടാവുകയോ ചെയ്യുന്ന വർഷം കൂടിയാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനഭാഗ്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ള നേട്ടം ഉണ്ടാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുവാനും വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം നടന്നു കിട്ടുവാനും ഉന്നത വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ ലഭിക്കുവാനും മത്സര പരീക്ഷയിൽ നല്ല വിജയം നേടുവാനും ഒക്കെ ഈ സമയത്ത് സാധിക്കുന്നതാണ്. കലാ കായിക പ്രവർത്തകർക്ക് മികച്ച നേട്ടം ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആദരവും അംഗീകാരവും ബഹുമാനവും ഒക്കെ നേടിയെടുക്കുവാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. ബന്ധുജന സമാഗമം ഉണ്ടാകുവാനും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടത്തുവാനും
വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടന്നു കിട്ടുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം ദൃഢമാവുവാനും പുതിയ സുഹൃത്തുക്കൾ വന്നു ചേരുവാനും ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ്. സർക്കാർ ആനുകൂല്യം ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. പ്രതിസന്ധികൾ ഒക്കെ മാറിക്കിട്ടുന്ന ഒരു വർഷമാണ്. പരിശ്രമം കൊണ്ട് വിജയം നേടുവാൻ കഴിയുന്നതും കഠിനാധ്വാനത്തിന് ഫലം കിട്ടുന്നതും പ്രയത്നഫലം നേടുവാൻ കഴിയുന്നതുമായ വർഷമാണ്. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കുന്നതാണ്. വീട്ടിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ്. ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുകയും പരസ്പര ധാരണയോടെ മുന്നോട്ട് പോകാനും കഴിയുന്നതായിരിക്കും. പരസ്പര പിന്തുണയോടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു സമയം ആണ്. പുണ്യക്ഷേത്ര ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതായിരിക്കും. മനസ്സിൽ പുതിയ ആശയങ്ങൾ ഉടലെടുക്കുകയും പുതിയ ആശയങ്ങൾ നടപ്പിൽ വരുത്തുവാൻ ശ്രമിക്കുകയും അതുവഴി നേട്ടം ഉണ്ടാവുകയും ചെയ്യുന്ന വർഷം കൂടിയാണ്. സന്താനങ്ങൾ വഴി നേട്ടമുണ്ടാകാനും സന്താനങ്ങളെ കൊണ്ട് ഉയർച്ച ഉണ്ടാകുവാനും വീട്ടിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുവാനും ഈ സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ്. ഇവർക്ക് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനും ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനുമായി ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും നീരാഞ്ജനം, എള്ളുതിരി എന്നിവ കത്തിക്കുകയും വൈഷ്ണവപ്രീതി വരുത്തുന്നതിനായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും പാൽപ്പായസം, തുളസിമാല അർച്ചന മുതലായ നടത്തുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ഈ വർഷം ഏറെ ഗുണകരമായിരിക്കും.